സുഗതധ്യാന കേന്ദ്രം ഷാലോം ടെലിവിഷനിലൂടെ നടത്തുന്ന അമ്മാനുവേലിന് ആരാധന എന്ന ശുശ്രൂഷ അതിൻ്റെ 100 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനേകരുടെ വ്യക്തിജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ ഉപകരണമാക്കി മാറ്റിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് അമ്മാനുവേലിന് ആരാധന അതിൻ്റെ 101ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കെട്ടിലും മട്ടിലും പുതിയ ഭാവങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം പുതിയ സമർപ്പണവും ഇരട്ടി അഭിഷേകവും സ്വീകരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ മുന്നോട്ട് നയിക്കുവാൻ ഇതിൻ്റെ പ്രവർത്തകർ സജ്ജരായി കഴിഞ്ഞു. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടി ബാക്കിയുള്ള 99നെയും ആലയിൽ വിട്ടിട്ട് തേടിയിറങ്ങുന്ന ഒരിടയൻ്റെ ചിത്രമാണത്. ആ ചിത്രം ധ്യാനിക്കുമ്പോൾ കണ്ണുകൾ ഈറനണിയുന്നുണ്ട്. കാരണം ഒരു നാളിൽ ആ ഇടയന് നഷ്ടപ്പെട്ടു പോയ ആടുകളായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ തൻ്റെ അനന്തമായ സ്നേഹത്താൽ ആ ഇടയൻ ഞങ്ങളെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു ചേർത്ത് മാറോടണച്ച് സ്നേഹിച്ച് തൻ്റെ മക്കളായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ഇതാ തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ ഈ ഇടയൻ നിങ്ങളെയും തേടി നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ആ ഇടയന് നഷ്ടപ്പെട്ടു പോയ ആട്, സഹോദര സഹോദരി, നീ തന്നെയാണെന്ന് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ ഇന്ന് ആ നല്ല ഇടയൻ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് നിന്നെ വലിച്ചു കയറ്റുവാൻ ആ നല്ല ഇടയൻ ആഗ്രഹിക്കുന്നു. അതിനായി നമ്മെ തന്നെ ആ ഇടയന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ചില നിമിഷങ്ങൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. ആ ഇടയൻ നമ്മെ തേടി വരുന്നു ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്. ആലയം വിട്ടിങ്ങു കാട്ടിൽ അലയുന്നൊരാടാവുമെന്നെ തിരയുന്ന നിൻവിളി കേൾക്കാൻ തിരിയാതെ നാഥ നടന്നു, തിരിയാതെ നാഥ നടന്നു. ആലയം വിട്ടിങ്ങു കാട്ടിൽ അലയുന്നൊരാടാകുമെന്നെ തിരയുന്ന നിൻവിളി കേൾക്കാൻ തിരിയാതെ നാഥ നടന്നു, തിരിയാതെ നാഥ നടന്നു. അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്നവനാണ് ആ ഇടയൻ എന്ന് തിരിച്ചറിയുക. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ആ നല്ല ഇടയന്റെ വാഗ്ദാനമാണ്. ഈ നിമിഷങ്ങളിൽ അമ്മയെ പോലെ എന്നെ കരുതുന്ന, എന്നെ മാറോട് ചേർക്കുന്ന ആ നല്ല ഇടയന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഇതാ അവൻ നിന്നെ വിളിക്കുന്നു മാറോട് ചേർക്കുവാൻ, സ്നേഹചുംബനം നൽകുവാൻ. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ സങ്കടങ്ങളിൽ പെട്ട് വലയുന്നവരെ, വേദനിക്കുന്നവരെ, തകർന്നു കിടക്കുന്നവരെ ആ നല്ല ഇടയൻ വിളിക്കുന്നു. അമ്മയെ പോലെ സ്നേഹിക്കുവാൻ സമർപ്പിക്കാം പൂർണ്ണമായി ആ ഇടയന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ. അമ്മയെ പോലെ നീ എന്നെ അവിരാമം സ്നേഹിക്കുന്ന
നല്ലോ കല്ലിലും മുള്ളിലും എൻ്റെ പിന്നാലെ നീ വന്നുവല്ലോ പിന്നാലെ നീ വന്നുവല്ലോ അമ്മയെ പോലെ നീ എന്നെ അവിരാമം സ്നേഹിക്കുന്നല്ലോ കല്ലിലും മുള്ളിലും എൻ്റെ പിന്നാലെ നീ വന്നുവല്ലോ പിന്നാലെ നീ വന്നുവല്ലോ. ജീവിതത്തിൻ്റെ ഇരുണ്ട വഴികളിൽ ഞാൻ നടക്കുകയാണ്. എൻ്റെ ജീവിതത്തിലുടനീളം പാപത്തിൻ്റെ ചിന്തകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. ഓ നല്ല ഇടയനായ യേശുവേ, ഈ നിമിഷം അവിടുന്ന് എന്നെ തേടി കടന്നു വരണമേ. എൻ്റെ ഇരുണ്ട വഴികളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ദിവ്യപ്രകാശമാകുന്ന അങ്ങ് വെളിച്ചത്തിൻ്റെ പാത ഈ ദിവസം എനിക്ക് കാണിച്ചു തരണമേ. ഇതാകുന്ന വഴി, ഇതിലെ പോവുക എന്ന് പറഞ്ഞ് അവിടുന്ന് എന്നെ യഥാർത്ഥ വഴിയിലേക്ക് കരം പിടിച്ച് നടത്തണമേ. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ വീണ്ടെടുക്കണമേ. ഇരുളാർന്ന വഴിയിൽ നിന്ന് ഓ ഇടയനായ ദൈവമേ, അങ്ങനെ തോളിലേറ്റണമേ. ഇടയന്റെ തോളിലിരിക്കുമ്പോൾ കുഞ്ഞാട് അനുഭവിക്കുന്ന സുരക്ഷിതത്വം അനുഭവിക്കുവാൻ ഈ നിമിഷം നല്ല ഇടയനെ അവിടുന്ന് എന്നെ സഹായിക്കണമേ. അങ്ങയിൽ പൂർണ്ണമായി അർപ്പിക്കുവാൻ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്നിരിക്കുമ്പോഴുള്ള സന്തോഷം അനുഭവിക്കുവാൻ എന്നെ ഒരുക്കണമേ. സമർപ്പിക്കുന്നു. അതിനായി എന്നെ പൂർണ്ണമായി. ഇരുളാർന്ന വഴി നിന്നെന്നെ ഇടയാ നിൻ തോളിലേറ്റി ഉമ്മ വെച്ചെൻ്റെ ഉള്ളിലെ ദുഃഖം കെടുത്തി ഉള്ളിലെ ദുഃഖം കെടുത്തി ഇരുളാർന്ന വഴിയിൽ നിന്നെന്നെ ഇടയാ നിൻ തോളിലേറ്റി ഉമ്മ വച്ചെൻ്റെ ഉള്ളിലെ ദുഃഖം കെടുത്തി ഉള്ളിലെ ദുഃഖം കെടുത്തി. ആലയം വിട്ടിങ്ങു കാട്ടിൽ അലയുന്നൊരാടാകുമെന്നേ തിരയുന്ന നിൻ